ഇസ്രായേലിനെ നിലക്കുനിർത്താൻ ഇസ്ലാമിക രാജ്യങ്ങളുടെ സഖ്യം രൂപീകരിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഗാൻ. പശ്ചിമേഷ്യയിൽ നിയന്ത്രണം ശക്തമാക്കാനും കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചടക്കാനും ഇസ്രായേൽ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉർദുഗാന്റെ ആഹ്വാനം. മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുക എന്നത് മാത്രമാണ് ഇസ്രായേലിനെ പിടിച്ചുകെട്ടാൻ ഒരേയൊരു മാർഗമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഈജിപ്തുമായും സിറിയയുമായും നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ച് പുതിയ രാഷ്ട്രീയ നീക്കത്തിനും തുർക്കി കോപ്പുകൂട്ടുന്നുണ്ട്. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ തുർക്കി അമേരിക്കൻ വംശജ കൊല്ലപ്പെട്ട സംഭവത്തിൽ നടത്തിയ പ്രതികരണത്തിലാണ് മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത ഉർദുഗാൻ ഊന്നിപ്പറഞ്ഞത്. ഇസ്രായേലിൻ്റെ അഹന്തയും കൊള്ളയും ഭരണകൂട ഭീകരതയും അവസാനിപ്പിക്കാനുള്ള ഒരേയൊരു മാർഗം ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈജിപ്തുമായും സിറിയയിലെ ബഷാറുൽ അസദ് ഭരണകൂടവുമായും നയതന്ത്ര ബന്ധം ശക്തമാക്കാൻ തുർക്കി തീരുമാനിച്ചിട്ടുണ്ട്. ലെബനാനിനും സിറിയയ്ക്കും ഉൾപ്പെടെ ഭീഷണിയായി വളരുന്ന ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ ഐക്യനിര കെട്ടിപ്പടുക്കുകയാണ് ലക്ഷ്യമെന്നും ഉർദുഗാൻ വെളിപ്പെടുത്തി. 1918 ഉസ്മാനിയ സാമ്രാജ്യം പിൻവാങ്ങിയ ശേഷം ഫലസ്തീനി പ്രദേശങ്ങൾ ഒന്നൊന്നായി കൈപ്പിടിയിൽ അമർത്തുകയാണ് സയനിസ്റ്റുകളെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലും ഗസയിലും കൂടി വംശഹത്യ നടത്തുകയാണ് ഇസ്രായേൽ ലക്ഷ്യമെന്നും ഉർദുഗാൻ വ്യക്തമാക്കി. ഇത് ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധമല്ല, അധിനിവേശ ശക്തിയായ സയനിസവും സ്വന്തം ജന്മനാടിനെ സംരക്ഷിക്കാൻ വേണ്ടി പോരാടുന്ന മുസ്ലിങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ്. ഈ വിഷയം കണ്ടില്ലെന്ന് നടിക്കുന്ന മുസ്ലിം രാജ്യങ്ങളും തുർക്കിക്കാരുമെല്ലാം ഗുരുതരമായൊരു പാതകമാണ് ചെയ്യുന്നത്. വിദൂരമായ ഏതോ ദേശത്ത് സംഭവിക്കുന്ന വിഷയമായാണ് അവരൊക്കെ ഇതിനെ കാണുന്നത്. എന്നാൽ ഇസ്രായേൽ ഗസയിൽ നിർത്തില്ലെന്ന് അവർ മനസ്സിലാക്കണം. ലബനാനും സിറിയയുമെല്ലാം അവർ ആക്രമിക്കും. പുതിയ ഭൂപടം അവതരിപ്പിച്ച് അവർ അക്കാര്യം പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു ഉർദുഗാന്റെ വാക്കുകൾ. പ്രസംഗത്തിൽ ഹമാസിനുള്ള പിന്തുണ ആവർത്തിച്ചുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തുർക്കി പ്രസിഡന്റ്. മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഹമാസ് പോരാടുന്നത് എന്നാണ് ഉർദുഗാൻ പറഞ്ഞത്. തുർക്കി ഈജിപ്തുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ചത് ഗസക്കും ഫലസ്തീന് ഒന്നാകെയും ഗുണകരമാകുമെന്നും ഉർദുഗാൻ പറഞ്ഞു. അതേസമയം തുർക്കി പ്രസിഡന്റിന്റെ ഐക്യാഹ്വാനത്തിനെതിരെ ഇസ്രായേൽ രംഗത്തെത്തി. തുർക്കി ജനതയെ വിദ്വേഷത്തീയിലേക്ക് ഉന്തിയിടുകയാണ് ഉർദുഗാൻ ചെയ്യുന്നത് എന്നായിരുന്നു ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആരോപിച്ചത്. ദിവസങ്ങൾക്ക് മുൻപാണ് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് സിസി അങ്കാറയിലെത്തി റജബ് തൊയ്യിബ് ഉർദുഗാനുമായി കൂടിക്കാഴ്ച നടത്തിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു ഈജിപ്ത് പ്രസിഡന്റ് തുർക്കിയിലെത്തുന്നത്. കൂടിക്കാഴ്ചയ്ക്കു ശേഷം ഉർദുഗാനും സിസിയും സംയുക്ത വാർത്താ സമ്മേളനവും നടത്തി. ഫലസ്തീൻ വിഷയത്തിൽ പൊതുനിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും ഗസയിലെ ഇസ്രായേൽ നരനായാട്ട് അവസാനിപ്പിക്കാൻ വേണ്ട ഇടപെടലുകൾ നടത്തുമെന്നും ഇരുവരും വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. സിറിയൻ പ്രസിഡന്റ് ബഷാറുൽ അസദിനെ തുർക്കിയിലേക്ക് ക്ഷണിക്കുമെന്നും ഉർദുഗാൻ അറിയിച്ചിട്ടുണ്ട്. 2011 അറബ് പ്രക്ഷോഭത്തിന് പിന്നാലെ തുർക്കി സിറിയയുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും ബന്ധം പുനഃസ്ഥാപിച്ച് കൂടുതൽ സഹകരണത്തിന് ഒരുങ്ങുന്നുവെന്ന സൂചനയാണ് ഇപ്പോൾ നൽകുന്നത്. ഈജിപ്തിനെയും സിറിയയെയും കൂട്ടുപിടിച്ച് മേഖലയിൽ ഇസ്രായേലിനെതിരെ കൂടുതൽ ശക്തമായ പ്രതിരോധമൊരുക്കാനാണ് തുർക്കി ആലോചിക്കുന്നത്. അതേസമയം പശ്ചിമേഷ്യയിലെ പുതിയ നീക്കത്തെ രാഷ്ട്രീയ നിരീക്ഷകർ ഏറെ കൗതുകത്തോടെയും ഉറ്റുനോക്കുന്നു.